ലോകമില്ലാതായാലും ഇവർ രക്ഷപ്പെടും. കോടീശ്വരന്മാരുടെ രഹസ്യ ബങ്കറുകളും എലോൺ മസ്കിന്റെ ചൊവ്വ പ്ലാനും. ലോകത്ത് നാളെ ഒരു ആണവ യുദ്ധമോ വലിയൊരു മഹാമാരിയോ ഉണ്ടായാൽ നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുമ്പോൾ ഈ ലോകത്തെ ചില കോടീശ്വരന്മാർ യാതൊരു കുഴപ്പവുമില്ലാതെ ഭൂമിക്കിടയിൽ സുരക്ഷിതമായി ജീവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കേൾക്കുമ്പോൾ സിനിമ പോലെ തോന്നുന്നുണ്ടോ? സംഭവം സത്യമാണ്. സിലിക്കൺ വാലിയിലെ ടെക് ഭീമന്മാർ ഭൂമിക്കടിയിൽ പണിതുയർത്തുന്ന ആഡംബര ബങ്കറുകളുടെ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പക്ഷെ ഇവിടെയാണ് മറ്റൊരു കാര്യം. എല്ലാവരും ഭൂമിക്കടിയിൽ ഒളിക്കാൻ നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ എലോൺ മസ്ക് മാത്രം ഇതിൽ നിന്നുമൊക്കെ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു പ്ലാനിലാണ്. ഈ ട്രെൻഡിന്റെ മുൻനിരയിൽ നിൽക്കുന്നത് ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സക്കർബർഗ് ആണ്. ഹവായിലെ കൗവൈ ദ്വീപിൽ അദ്ദേഹം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കൂറ്റൻ എസ്റ്റേറ്റും അതിനോടനുബന്ധിച്ചുള്ള ഭൂഗർഭ ബങ്കറും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ്. പണ്ടൊക്കെ രാജ്യങ്ങളിലെ സർക്കാരുകൾ മാത്രമായിരുന്നു യുദ്ധകാലത്ത് ബങ്കറുകൾ ഉണ്ടാക്കിയിരുന്നതെങ്കിൽ 2015 ശേഷമുള്ള വർഷങ്ങളിലും പ്രത്യേകിച്ച് 2020 കോവിഡ് മഹാമാരിക്ക് ശേഷവുമാണ് ശതകോടീശ്വരന്മാർ ഇത് തങ്ങളുടെ സ്വകാര്യ പദ്ധതിയാക്കി മാറ്റിയത്. ഈ ബങ്കറിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നറിയണ്ടേ? വർഷങ്ങളോളം പുറത്തിറങ്ങാതെ ജീവിക്കാൻ ആവശ്യമായ ലക്ഷക്കണക്കിന് ഭക്ഷണവും വെള്ളവും ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. അത് മാത്രമല്ല കേട്ടോ, ബങ്കറിനുള്ളിൽ തന്നെ സ്വന്തമായി കൃഷി ചെയ്യാനുള്ള ഹൈഡ്രോപോണിക്സ് കൃഷി രീതികളും സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിക്കാനുള്ള സോളാർ ജനറേറ്റർ സംവിധാനങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയന്ത്രിക്കുന്ന അത്യാധുനിക മെഡിക്കൽ റൂമുകളും ഇതിലുണ്ട്. ഇവിടെ പലർക്കും സംശയമുണ്ടാകാം, ഫേസ്ബുക്കിന്റെ ഉടമയായ മാർക്ക് സക്കർബർഗ് പണിത ഈ ബങ്കറിൽ നമുക്ക് പോയി റൂം ബുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്. എങ്കിൽ ഇല്ല എന്നാണ് ഇതിന്റെ ആൻസർ. സക്കർബർഗിന്റെ ബങ്കർ അദ്ദേഹത്തിന്റെ സ്വന്തം ഫാമിലിക്കും അതിവിശ്വസ്തരായ ആളുകൾക്കും മാത്രമുള്ളതാണ്. പക്ഷെ പണം കൊടുത്താൽ മറ്റു ബങ്കറിൽ റൂം ബുക്ക് ചെയ്യാൻ പറ്റും. അമേരിക്കയിലും യൂറോപ്പിലുമുള്ള വിവോസ്, സർവൈവൽ കോണ്ടോ തുടങ്ങിയ ചില സ്വകാര്യ കമ്പനികൾ കോടീശ്വരന്മാർക്കായി വലിയ ഭൂഗർഭ ബങ്കറുകൾ പണിയുയർത്തിയിട്ടുണ്ട്. അതിൽ ലക്ഷക്കണക്കിന് ഡോളർ കൊടുത്താൽ നമുക്കും ഒരു ഫ്ലാറ്റ് വാങ്ങി വെക്കാം. പക്ഷെ നമ്മളൊക്കെ തലകുത്തി നിന്നാലും ജീവിതകാലം മുഴുവൻ പണിയെടുത്താലും ആ ബങ്കറിൽ ഒരു ചെറിയ കോണിൽ പോലും ഒരു തൊണ്ട് സ്ഥലം വാങ്ങാനുള്ള കാശുണ്ടാക്കാൻ പറ്റില്ല. എന്നാൽ ഇലോൺ മസ്കിന്റെ കാര്യം അങ്ങനെയല്ല. ഭൂമിക്കടിയിൽ ഒളിച്ചിരിക്കുന്നതിൽ മസ്കിന് ഒട്ടും താല്പര്യമില്ല. നാളെ ഒരു വലിയ ദുരന്തം ഭൂമിയിൽ ഉണ്ടായാൽ തന്റെ സ്പേസ് കമ്പനിയുടെ സ്റ്റാർഷിപ്പ് റോക്കറ്റുകൾ വഴി ലോകത്തിലെ വലിയ കോടീശ്വരന്മാരും പ്രമുഖരെയും കൂട്ടി ചൊവ്വയിലേക്ക് കുടിയേറാനാണ് മസ്ക് പദ്ധതിയിടുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, മസ്ക് നമ്മളെ പോലെയുള്ള സാധാരണക്കാരെ ഫ്രീ ആയി ചൊവ്വയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്നൊന്നും ആരും കരുതണ്ട. ലക്ഷക്കണക്കിന് ഡോളർ ടിക്കറ്റ് നിരക്ക് കൊടുത്താൽ മാത്രമേ ആ റോക്കറ്റിൽ കയറാൻ പറ്റൂ. നാളെ ലോകം അവസാനിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഭൂമിയിലേക്ക് പോകാൻ ആരും ബാഗും എടുത്തും ഇപ്പോഴേ റെഡിയായി നിൽക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ.